ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. നമ്മൾ പുറത്തൊക്കെ പോയി, അതായത് ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബീഫ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് എരിവ് അധികം ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കർ 5 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്ന ബീഫ് എത്രത്തോളം വേവുണ്ട് അതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ വിസിലടുപ്പിച്ചെടുക്കേണ്ടത്. കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയ സമയത്ത് അതിൽ കുറച്ച് കറി കൂടെ ഉണ്ടായിരുന്നു, അതായത് വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബീഫൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്, മസാല എല്ലാം അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് ഞാനിപ്പോൾ മണ്ണിൻ്റെ ചട്ടിയായിട്ട് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം എന്നൊക്കെ പറയാം. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇത് കറിവേപ്പില എന്തായാലും നമ്മളെ ബീഫ് റോസ്റ്റിന് ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആക്കി തരും, അതുകൊണ്ടാണ് കുറച്ചധികം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഇതുപോലെ അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നമ്മൾ ബീഫ് കഴിക്കുന്ന സമയത്ത് അതിൽ ചെറുതായിട്ട് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക, പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് നീളത്തിൽ ചെറുതായി അരിഞ്ഞ തേങ്ങയുടെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിയാതെ നമുക്ക് 1-2 കഷ്ണങ്ങൾ, ഒരു ഉള്ളിയെ 1-2 കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഇതിലിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബീഫെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരൽപ്പം ഗരം മസാലയുടെ പൊടി, അതുപോലെ ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.